ഗൂഗിൾ പേ, ഫോൺ പേ ഉൾപ്പെടെയുള്ള UPI ആപ്പുകളിൽ ബാലൻസ് നോക്കുന്നതിനുൾപ്പെടെ ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ പരിധി വരികയാണ്. ദൈനംദിന പണമിടപാടുകൾക്കായി UPI ആപ്പുകളെ ആശ്രയിക്കുന്നവരാണ് ഇന്ന് വലിയൊരു വിഭാഗം ആളുകളും. UPI ഇടപാടുകളുടെ സുരക്ഷ, വേഗത, വിശ്വാസ്യത എന്നിവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ UPI നിയമങ്ങളിൽ മാറ്റങ്ങൾ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ അക്കൗണ്ട് ബാലൻസ് തിരയുന്നതിലും പണം അയക്കുന്നതിലും ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിലുമെല്ലാം പുതിയ നിയമങ്ങളിലൂടെ മാറ്റങ്ങൾ വരും. ഇന്ത്യയിൽ 600 കോടി UPI ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇടപാടുകൾ നടക്കുമ്പോൾ വരുന്ന കാലതാമസം, UPI സേവനങ്ങൾക്ക് തടസ്സം നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് സമീപകാലത്തായി പരാതികൾ ഉയരുന്നുണ്ട്. ഉപഭോക്താക്കളിൽ നിന്ന് ബാലൻസ് നോക്കുക, പേയ്മെന്റ് സ്റ്റാറ്റസ് ആവർത്തിച്ച് റിഫ്രഷ് ചെയ്യുക പോലെയുള്ള റിക്വസ്റ്റുകൾ ആവർത്തിച്ച് വരുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണമെന്നാണ് NPCIയുടെ വിലയിരുത്തൽ. ഇത് സിസ്റ്റം ഓവർലോഡ് ആവുന്നതിനും മുഴുവൻ ഉപഭോക്താക്കളുടെയും ഇടപാടുകളുടെ വേഗം കുറയുന്നതിനും കാരണമാകും. ഇതിന് നിയന്ത്രണം കൊണ്ടുവരുന്നതാണ് പുതിയ UPI നിയമങ്ങൾ. പുതിയ നിയമങ്ങൾ പ്രകാരം ഓഗസ്റ്റ് 1 മുതൽ ദിവസേന 50 തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ദിവസേന 25 തവണ മാത്രമേ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ നോക്കാൻ കഴിയുകയുള്ളൂ. കൂടാതെ ഓട്ടോപേ ഇടപാടുകൾ നിശ്ചിത സമയങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഒപ്പം തന്നെ പണമിടപാട് നടത്തിയതിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് ഇനി മുതൽ ദിവസേന 3 തവണ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു തവണ പരിശോധിച്ചതിന് ശേഷം 90 സെക്കൻഡിന് ശേഷം മാത്രമേ അടുത്തതിന് സാധിക്കുകയുള്ളൂ.